സാമ്പത്തിക ക്രമക്കേട് കേസിൽ ഫ്രാൻസിലെ തീവ്ര വലതുപക്ഷ നേതാവ് മരീൻ ലെ പെൻ കുറ്റക്കാരിയെന്ന് കോടതി. 4 വർഷം തടവ് ശിക്ഷയും 1 ലക്ഷം യൂറോ പിഴയും പാരീസ് ക്രിമിനൽ കോടതി ജഡ്ജി വിധിച്ചു. അതിനു പുറമെ പൊതു തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്ന് 5 വർഷത്തേക്ക് വിലക്കുകയും ചെയ്തു. ഇതോടെ 2027 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയെന്ന നാഷണൽ റാലി പാർട്ടി നേതാവിന്റെ നീക്കവും പാളി. മരീൻ ലെ പെൻ നയിക്കുന്ന നാഷണൽ റാലി പാർട്ടിയുടെ 9 യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങളും 12 സ്റ്റാഫ് അംഗങ്ങളും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു. പാർട്ടിയിലെ 24 പേർ കേസിലെ പ്രതികളാണ്. മരീൻ ലെ പെൻ 4,74,000 യൂറോ അഥവാ 4,39,00,000 രൂപയുടെ തിരിമറി നടത്തിയെന്നാണ് കണ്ടെത്തൽ. നേതാക്കളെല്ലാം ചേർന്ന് 27.76 കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വാദം. 2004 മുതൽ 2016 വരെയുള്ള കാലത്ത് യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് അസിസ്റ്റന്റുമാർക്ക് നൽകേണ്ട പണമാണ് വകമാറ്റി പാർട്ടി പ്രവർത്തനത്തിന് ചെലവാക്കിയതെന്നാണ് കേസ്. ഫണ്ട് വകമാറ്റലിൽ മുഖ്യ പങ്കുവഹിച്ചത് മറീനാണെന്നും കോടതി വിധിയിൽ വ്യക്തമാക്കി. പണം ചിലവഴിച്ചത് നിയമവിധേയമായിട്ടാണെന്ന മറീന്റെ വാദം കോടതി തള്ളി. 2004 മുതൽ 2017 വരെ യൂറോപ്യൻ പാർലമെന്റ് അംഗമായിരുന്നു മറീൻ. 4 കൊല്ലത്തെ തടവ് ശിക്ഷയിൽ 2 കൊല്ലം കോടതി ഇളവ് ചെയ്തു. 2 കൊല്ലത്തെ ശിക്ഷ ജയിലിനു പുറത്ത് ഇലക്ട്രോണിക് ബ്രേസ്ലെറ്റ് ധരിച്ച് അനുഭവിക്കണമെന്നും കോടതി പറഞ്ഞു. 1 ലക്ഷം യൂറോ പിഴയും നൽകണം. മേൽക്കോടതിയെ സമീപിക്കുമെന്ന് മറീനും ടീമും അറിയിച്ചു. തിരഞ്ഞെടുപ്പിന് മുമ്പ് കേസിൽ വിധി വരാൻ സാധ്യത കുറവാണെന്ന് ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.